പുസ്തക പരിചയത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ടു കിൽ എ ഡെമോക്രസി ഇന്ത്യാസ് പാസേജ് ടു ഡെസ്പോട്ടിസം എന്ന് പറയുന്ന പുസ്തകമാണ്. നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ക്രിസ് ഹെജസിൻ്റെ ഡെത്ത് ഓഫ് ദി ലിബറൽ ക്ലാസ് ആണ് പരിചയപ്പെടുത്തിയെങ്കിൽ അതിനോട് ചേർന്ന് വായിക്കാവുന്ന ഇന്ത്യൻ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. പുസ്തകം എഴുതിയത് ദേബാശിഷ് റോയ് ചൗധരിയും അതുപോലെ തന്നെ ജോൺ കീൻ എന്ന് പറയുന്ന രണ്ടുപേരാണ്. 2020 അവസാനം നവംബർ മാസം പ്രസിദ്ധീകരിച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷറായിട്ടുള്ള ഈ ഒരു പുസ്തകം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണക്രമത്തിലേക്ക് നീങ്ങിയത്, അല്ലെങ്കിൽ അതിൻ്റെ വഴിതെറ്റൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള വഴിതെറ്റലുകളുടെ ഒരു കാലത്തെ സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 7-7.5 പതിറ്റാണ്ട് കാലമാണ് നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ഒരു കാലത്തിനകത്ത് പല ഘട്ടങ്ങളിലായിട്ട് ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് ചില വഴിതെറ്റലുകൾ അത് അടിയന്തരാവസ്ഥയുടെയും ഒക്കെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനെ ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ഒരു കൂടുതൽ സ്വേച്ഛാധിപത്യത്തിൻ്റെ എല്ലാ മുഖങ്ങളും എല്ലാ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പല തരത്തിൽ ജനാധിപത്യത്തിൻ്റെ മേലം കിണിഞ്ഞുകൊണ്ട് ഈ ഒരു സ്വേച്ഛാധിപത്യം ഫാഷിസം കടന്നു വരുമ്പോൾ അതിനെ വളരെ ഗഹനമായ രീതിയിൽ വിശകലനം ചെയ്യുന്ന വളരെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ദേബാശിഷ് റോയ് ചൗധരിയും അതുപോലെ തന്നെ ജോൺ കീൻ ചേർന്ന് തയ്യാറാക്കിയ ടു കിൽ എ ഡെമോക്രസി ഇന്ത്യാസ് പാസേജ് ടു ഡെസ്പോട്ടിസം എന്ന് പറയുന്ന പുസ്തകം. ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ടുള്ള പല പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത് പ്രത്യേകിച്ചും ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്ന യൂറോപ്യൻ ജനാധിപത്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിട്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഈ പുസ്തക രീതിയിൽ അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? അതിന് വ്യത്യസ്തമായിട്ട് ഒരു അതോറിറ്റേറിയൻ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഇതിനെ മാറുന്നതിന് പിന്നിലുള്ള ഒരു വഴിതെറ്റലുകൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ദൗർബല്യങ്ങൾ ഇതിന് സഹായകമായത്, ഇത്തരമൊരു സ്വേച്ഛാധിപത്യ ഭരണക്രമത്തിലേക്കുള്ള മാറ്റത്തിന് വഴിതെറ്റലിന് കാരണമായത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകം നമ്മളോട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് അവർ പലതരത്തിൽ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള പ്രസംഗം തൊട്ട് ഇത്തരത്തിലുള്ള സാധ്യതകളെ നമ്മൾ ഈ പുസ്തകത്തിൽ പലപ്പോഴുമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വഴിതെറ്റൽ സാധ്യതകളെ നമ്മുടെ ഭരണഘടനാ സമിതിയുടെ ചർച്ചകളിലടക്കം സൂചനകളുണ്ടായി എന്നുള്ളത് ഒരു സ്വേച്ഛാധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ പരാശ്രയത്തിലേക്കോ വീഴാനുള്ള ദൗർബല്യങ്ങളെക്കുറിച്ച് ഇത് ഡോക്ടർ അംബേദ്കർ ഇത് വളരെ കൃത്യമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ചകളിൽ ഇത് പറയുന്നുണ്ട്. അത് മുഴുവൻ ഈ പുസ്തകത്തിൽ പല ഘട്ടങ്ങളിലായി, മുഴുവനായിട്ടല്ല പല ഘട്ടങ്ങളിലായിട്ട് അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ ഈ പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരന്മാർ ഇതിനെ പറയുന്ന ഒരു സാഹചര്യം, അതിനകത്ത് നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യയെക്കുറിച്ചിട്ട് പ്രത്യേകിച്ചും സാഹിത്യ രചനകളിലൊക്കെ ഒരു ക്ലീഷേ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ മുന്നിലെത്തുന്നു. ഇപ്പോൾ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്നുള്ള രീതിയിലും നമുക്ക് ഇതിന് മുന്നേ ഒരു പൂർവ്വ മാതൃകകളില്ലാത്ത രീതിയിലുള്ള ഒരു ക്രമമായിട്ടാണ് ഈ ഇന്നത്തെ രാഷ്ട്രീയ ഭരണക്രമത്തെ ഇതിലെ ഗ്രന്ഥകാരന്മാർ വിലയിരുത്തുന്നത്. അതിന് ഈ ഒരു അപഭ്രംശത്തിന് ഇടയാക്കിയ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളെ അവതരിപ്പിക്കുകയും വിശകലനം ചെയ്യുകയാണ് ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരന്മാർ ചെയ്യുന്നത്. ഇന്ത്യയിലെ രാജ്യത്തെ പൊതുവിഭവങ്ങൾ, അതുപോലെ തന്നെ പൊതുവായ സേവനങ്ങൾ, ഇതിലൊക്കെ ഉള്ള പ്രവേശനം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ പുസ്തകം വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കോവിഡ് കാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആണത് ഇവരത് ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്നുള്ള ഒരു അധ്യായം ഇതിനകത്ത് പ്രത്യേകിച്ചും
വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് അതിനകത്ത് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഇന്ത്യയിലെ ഊർജ്ജ തലസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അറിയപ്പെടുന്ന സിംഗ്രോലി എന്ന് പറയുന്ന പ്രത്യേകിച്ചും കൽക്കരി ഒക്കെ ഖനനം ചെയ്യുന്ന മേഖലകളിലെ അനുഭവങ്ങൾ വെച്ചിട്ട് ഈ ഗ്രന്ഥകാരന്മാരതിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചോളം ഈ പുസ്തകം വായിക്കുമ്പോൾ അതൊട്ടും അതിശയോക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിലെ ആദിവാസി കോറിഡോറിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് സംബന്ധിച്ചൊരു പുസ്തകം ഈ പേരിൽ ഇന്ത്യയിലെ ആദിവാസി കോറിഡോറിൽ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളൊരു പേരിലൊരു പുസ്തകം തന്നെ 2016 എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ അത്തരം മേഖലകളിൽ ഈ പൊതുവിഭവങ്ങളിൽ മേൽ ആദിവാസി തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവകാശം നിഷേധിക്കുകയും അവരെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധമാക്കുകയും ചെയ്യുന്ന അവസ്ഥ നേരിട്ട് കാണുകയും അത് പല ഘട്ടങ്ങളിലായിട്ട് എഴുതുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതിനകത്തുള്ള ഈ ഗ്രൗണ്ട് റിയാലിറ്റീസിൽ ഇവർ പറയുന്ന ഈ രണ്ട് ഗ്രന്ഥകാരന്മാരും പറയുന്ന ഓരോ കേസ് സ്റ്റഡീസും എന്നെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക, വളരെ നേർക്കുനേർ കണ്ട കാഴ്ചകൾ മാത്രമാണ്. സാമ്പത്തിക വളർച്ച ആണ് ജനാധിപത്യത്തിൻ്റെ ഒരു മുന്നുപാധി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ എന്താ പറയുക, നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകൾ, ഒരുപടി ആൾ രാഷ്ട്രീയ നേതൃത്വം, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അത്തരം ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് ജനാധിപത്യം ഒരു വിലങ്ങുതടിയാകുന്നത് എങ്ങനെ, ആ വിലങ്ങുതടിയാകുന്ന ജനാധിപത്യത്തെ പല രീതിയിൽ മറികടക്കുന്നത് എങ്ങനെ എന്ന് ഉറപ്പുവരുത്തി അതിൽ വിജയം നേടാൻ കഴിഞ്ഞ ആളുകളാണ് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ കൈയടക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഈ ഒരു ആശയം ഒരുപക്ഷെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെയും സാമ്പത്തിക വളർച്ചയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വ്യക്തമായി, കുറേ കൂടി സുശക്തമായി ഇന്ത്യയിലെ ഒരു എന്താ പറയുക, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഒളിഗാർക്കുകൾക്ക് കൂടുതൽ പ്രവേശനം ഇത്തരം മേഖലകളിലേക്ക്, പൊതുവിഭവങ്ങളിലേക്ക്, പൊതുസേവനങ്ങളിലേക്ക് സാധ്യമാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിലെ പലതരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഈ രാഷ്ട്രീയ ഭരണകൂടവും വലിയ മൂലധനവും ഇത് രണ്ടും ചേർന്നിട്ട് പുതിയൊരു ടെർമിനോളജി തന്നെ ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒളിഗാർക്കുകൾ, പൊളിറ്റിക്കൽ ഒളിഗാർക്സ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഈ പൊതുവായി മൊത്തത്തിലുള്ളൊരു കമ്പോളവൽക്കരണത്തിലേക്ക് എങ്ങനെ സമ്പത്തിൻ്റെ അസാധാരണമായ കുമിഞ്ഞുകൂടലിലേക്ക് ഒരു ഏതാനും ഒളിഗാർക്കുകൾക്ക്, ഏതാനും വൻകിട മൂലധനത്തിൻ്റെ വക്താക്കൾക്ക് ഈ രീതിയിൽ അസാധാരണമായ നിലയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ അവരെ അനുവദിക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പല ഉദാഹരണങ്ങളും പല വിശകലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കാൾ പോളയാനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശകലനം എന്ന് പറയുന്നത് വാങ്ങൽ ശേഷിയുടെ അളവിലും ഉപയോഗത്തിലും മനുഷ്യരുടെയും അവരുടെ സ്വാഭാവിക പരിസ്ഥിതിയുടെയും വിധിയുടെ ഏക നടത്തിപ്പുകാരൻ കമ്പോള സംവിധാനത്തെ അനുവദിക്കുന്നത് സമൂഹത്തിൻ്റെ തകർച്ചയിൽ കലാശിക്കും. ആ സമൂഹത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു എന്താണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിലൂടെ, അതിനെ കൊന്നൊടുക്കുന്നതിലൂടെ ഈ പുതിയ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ വളർച്ച സാധ്യമാക്കുന്നത് എന്ന് ഈ പുസ്തകം വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് വളർന്നു വരുന്ന തൊഴിലില്ലായ്മ, സാമൂഹ്യ സുരക്ഷയുടെ അഭാവം, ഇതൊക്കെ ചേർന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന പൊതുവായിട്ടുള്ള അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതകളെ പ്രതിനിധീകരിക്കുന്ന, അതിനെ വേറൊരു രീതിയിൽ മതവിഭജനത്തിൻ്റെയൊക്കെ രീതിയിൽ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെടുത്ത് ഉപയോഗിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഒക്കെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ഈ പുസ്തകത്തിൽ ദേബാശിഷ് റായ് ചൗധരിയും ജോൺ കീനും വളരെ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു പണാധിപത്യത്തിലേക്ക്
പരിണമിക്കുന്നത്. ക്രേമാക്രസി എന്നാണ് അതിനെ അവർ പറയുന്നത്. പണത്തിൻ്റെ ആധിപത്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള വൻ പണം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം. ഒന്ന്, ഭരണവർഗം പല രീതിയിലുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങളിലൂടെ സ്ത്രീകൾക്ക്, ഇപ്പോൾ നമുക്ക് ഒറീസയിലും ബീഹാറിലൊക്കെ തന്നെ 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പണമൊഴുക്കിക്കൊണ്ടുള്ള ഇടപെടലിൽ. മറ്റൊന്ന്, അനൗദ്യോഗികമായി അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലൂടെ അല്ലാതെ കള്ളപ്പണവും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇളവുകൾ നൽകിയും ഒക്കെ തന്നെ ആളുകളെ ആശ്രയിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഒരു ആധിപത്യത്തിലേക്ക് കടന്നു വരികയാണ്. അതിനെ ലേഖകന്മാർ പറയുന്നത് ഈ പണാധിപത്യത്തിൻ്റെ ഒരു ഇതിനെ കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വൻകിട കോർപ്പറേറ്റുകളും സ്വകാര്യ ട്രസ്റ്റുകളെയും രാഷ്ട്രീയത്തിലേക്ക് പണമൊഴുക്കാൻ നിയമപരമായി തന്നെ അനുവദിക്കുന്നതിലൂടെ പണാധിപത്യത്തെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാതെ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടിയത്, അതിൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുത്തത് ഇന്ന് നിലനിൽക്കുന്ന BJP സർക്കാരാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു പണാധിപത്യത്തെ അതിനെ നിയമപരമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അത് സർക്കാർ ഒരു ഭാഗത്ത് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പൊതുവിഭവങ്ങളിൽ മേലുള്ള, പൊതുസേവനങ്ങളിൽ മേലുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾക്കുള്ള ആക്സസ്, അതിനകത്തുള്ള പ്രവേശനം ഇല്ലാതാക്കുക. മറുഭാഗത്ത് വൻകിട കോർപ്പറേറ്റുകൾക്കുള്ള വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതിൽ നിന്നുള്ള ലാഭവിഹിതത്തെ ഈ പറയുന്ന ഭരണവർഗ പാർട്ടികൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ജയങ്ങൾക്ക് ഉറപ്പിക്കാൻ ആവശ്യമായിട്ട് പണമൊഴുക്കാൻ നിയമ സംവിധാനങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ, അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പോക്കുവരവ് വഴികളെ ഈ പുസ്തകം വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. അത് സ്വകാര്യ സേനകൾക്ക് എന്താ പറയുക, ആക്രമണം നടത്താനാണെങ്കിലും ഒക്കെ തന്നെ ഈ പണാധിപത്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള നടപടികളാണ്. അതിനെ പൂർണ്ണമായും അത് ഒന്ന് നിയമത്തിൻ്റെ വഴിയിലൂടെ എന്ന് തോന്നിക്കുന്ന വഴികളിലൂടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ, ഭരണകൂട സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന വഴികളൊക്കെ തന്നെയും എന്താ പറയുക, വളരെ കൃത്യമായ എല്ലാ തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന സാധ്യതകളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് പണത്തിൻ്റെ സ്വാധീനത്തെ കൃത്യമായും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കത്തക്ക രീതിയിൽ നമുക്ക് പരിമിതമായ നമ്മുടെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ പോലും അട്ടിമറിപ്പിച്ചുകൊണ്ട് വളരെ പ്രോംപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷനിലേക്ക് ആളുകളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വഴികളെയൊക്കെ തന്നെയും ഈ പുസ്തകം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വൻകിട കോർപ്പറേറ്റുകൾ, കോടതികൾ, സൈന്യം, ഈ ബ്ലാക്ക് മണി, മീഡിയ വഴിയുള്ള പ്രചരണം, മസിൽ പവർ, ഈ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ തങ്ങൾക്കനുകൂലമായ രീതിയിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ ഇവർക്ക് സഹായം എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിവരണമാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നത്. ഏതാണ്ട് 4 ഖണ്ഡങ്ങളിലായിട്ട് 13 അധ്യായങ്ങളിലായിട്ടാണ് ഈ മുഴുവൻ പുസ്തകവും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഗതിവിഗതികളെ അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എല്ലാ മനുഷ്യരും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ചും എങ്ങനെയാണ് ഒരു വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, വളരെ സ്വേച്ഛാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വഴികളെ മനസ്സിലാക്കേണ്ടത്, അതിനോടുള്ള ഇടപെടൽ നമുക്ക് കൂടുതൽ കൃത്യമായ രീതിയിൽ അതിനോടുള്ള പ്രതികരണം കൂടുതൽ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും എന്നതാണ്.
ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ഒരു ഇതെന്ന് പറയുന്നത് വർഗീയവും വംശീയവുമായ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളാൽ പ്രചോദിതരായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനം കൂടുതൽ ഭീഷണമായ സ്വേച്ഛാധിപത്യ സ്വഭാവം കൈവരിക്കാനുള്ള സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിന് തടയിടാനാവശ്യമായ ഒരു രാഷ്ട്രീയ സഹജാവബോധം ഇന്ത്യൻ സാമൂഹ്യ മനസാക്ഷിയിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ള അത് ഇന്ത്യയുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ ഉദാഹരിച്ചുകൊണ്ടത് പറയുന്നത്. അപ്പോൾ കേവലമായ ഒരു ആഖ്യാനങ്ങൾക്കപ്പുറത്ത് നമുക്ക് ചില ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തന്നെ പല പ്രതീക്ഷകളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതിപ്പം ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായിട്ട് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ കർഷക സമരങ്ങൾ ഉയർത്തിവിട്ട വലിയ പ്രതീക്ഷകൾ ഒക്കെ തന്നെയും ഒരു എന്താണ് ഈ ജനാധിപത്യം എത്രമാത്രം പണാധിപത്യത്തിലേക്കും അല്ലെങ്കിൽ ഇലക്ട്രൽ ഓട്ടോക്രസിയുടെ രീതിയിലേക്കും മാറുമ്പോഴും നമ്മുടെ മുന്നിൽ ചില പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ട്. അതിന് സഹായകമാകുന്ന പല അനുഭവങ്ങളും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തന്നെ നിന്ന് തന്നെ കണ്ടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേവലമായ ഒരു നിരാശ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ വഴികളെ മാത്രം അല്ലെങ്കിൽ ഓട്ടോക്രസി സ്വേച്ഛാധിപത്യത്തിലേക്ക് മാത്രമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാനല്ല, മറിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തന്നെ ഇന്ത്യയിലെ അടിത്തട്ടിൽ സാമാന്യ മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ നടത്തുന്ന പ്രക്ഷോഭങ്ങളെ, പ്രതിഷേധങ്ങളെ കൂടി വളരെ കൃത്യമായി ഉദാഹരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയം താല്പര്യമുള്ള മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് ഈ ദേബാശിഷ് റോയ് ചൗധരിയും ജോൺ കീനും തയ്യാറാക്കിയ ടു കിൽ എ ഡെമോക്രസി ഇന്ത്യാസ് പാസേജ് ടു ഡെസ്പോട്ടിസം എന്ന് പറയുന്ന പുസ്തകം. നന്ദി.